നാളത്തെ സ്വർണ്ണവില പറയേണ്ട ആവശ്യമില്ല. ലോകത്തിലെ എല്ലാവിധ മാർക്കറ്റുകളും അടഞ്ഞു കിടക്കുകയാണ്. വെള്ളിയാഴ്ച അർദ്ധരാത്രി, അതായത് ശനിയാഴ്ച പുലർച്ചെ തന്നെ എല്ലാ മാർക്കറ്റുകളും അടഞ്ഞു കിടക്കുകയാണ്. സ്വർണത്തിൻ്റെ ഒരു സൂചികകളും ചലിക്കുന്നില്ല. ആ അവസ്ഥയിൽ നാളെ ഒരിക്കലും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാവില്ല. കാരണം വെള്ളിയാഴ്ച അർദ്ധരാത്രി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ശനിയാഴ്ച മാറ്റമുണ്ടാവാൻ കാരണം വെള്ളിയാഴ്ച വരെ ഈ സൂചിക സഞ്ചരിച്ചത് കൊണ്ടാണ്. അല്ലാതെ ശനിയാഴ്ചയും എന്തുണ്ടാവില്ല, അതായത് ഇന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നാളെ സ്വർണ്ണവിലയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി ഞായറാഴ്ച പുലർച്ചെ വിപണികൾ തുറക്കുകയുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച തന്നെ മാറ്റം ഉണ്ടാവാതിരിക്കാനാണ് നല്ല സാധ്യതയുള്ളത്. ഇനി വലിയൊരു മാറ്റങ്ങൾ ആ പുലർച്ചെ മുതൽ 9 മണി വരെ ഉണ്ടെങ്കിൽ മാത്രമേ തിങ്കളാഴ്ചയും കാര്യമായ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളത് വാക്സിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ മൂലം മാർക്കറ്റിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം ഇപ്പോൾ പല രാജ്യങ്ങളിലും വരാൻ പോകുന്ന മാസങ്ങളിൽ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്, എത്ര പേർക്ക് കൊടുക്കണം, എത്ര പേർക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ. അതുകൊണ്ട് തന്നെ ആണ് 2020 ഡിസംബറിൽ ഒരു വലിയ വില വർധനവ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. ആ പ്രവചിച്ച ആളുകളുടെ എല്ലാ പ്രവചനം തെറ്റി നിൽക്കുന്നത്. 45,000 ഒക്കെ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതൊക്കെ ആ പ്രവചനങ്ങളെല്ലാം താറുമാറായി കിടക്കുകയാണ് ഈ വാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കാരണം. അപ്പോൾ എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുപോലെ നൽകാൻ കഴിയും. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില നേരത്തെ അറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർണം വിൽക്കണമോ അതോ വാങ്ങണമോ എന്നൊക്കെ നേരത്തെ നിങ്ങൾക്ക് തീരുമാനം എടുത്ത് പ്രിപ്പയർ ചെയ്ത് നിൽക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.